നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടു, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. നമ്മുടെ ഗിവ് അവയുടെ റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു 10 പേർക്ക് CMA ഇന്റർ പഠിക്കാൻ ഒരു കംപ്ലീറ്റ് സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരുന്നു. CMA ഇന്റർമീഡിയറ്റ് പഠിക്കാനായിട്ടുള്ള ഫുൾ സ്കോളർഷിപ്പ് ഒരു 10 പേർക്ക്. നിങ്ങൾ എഴുതുന്ന ഈ ഡിസംബറിൽ എഴുതുന്ന എക്സാം ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്, ബൂത്ത് ആണെങ്കിൽ ബൂത്ത്, നിങ്ങളുടെ ഫുൾ ക്ലാസ്സസും നമ്മൾ സ്പോൺസർ ചെയ്യും, ഫ്രീ ഓഫ് കോസ്റ്റ് സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഗിവ് അവേ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ള, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ള 5 സ്റ്റുഡൻസിന് നിങ്ങൾ പേ ചെയ്ത ഫീസ് റീഫണ്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത് ഓണ കൈനീട്ടമാണ്. അറിയാലോ, 5 പേർക്ക് 500 rupees വെച്ചിട്ട് ഒരു ഓണ കൈനീട്ടം. അടുത്തത് ഒരു മൂവി ടിക്കറ്റ് ആയിരുന്നു. എന്താ സംഭവം? നിങ്ങളുടെ ഫാമിലിയിലുള്ള 5 പേർക്ക് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഓണത്തിന് റിലീസ് ചെയ്ത നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള തിയേറ്ററിൽ സിനിമ ടിക്കറ്റ് 5 പേർക്ക് നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പോകാൻ പറ്റും. അടുത്തായിരുന്നു നമ്മുടെ എക്സൈറ്റിംഗ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ പോയനെ ഇതായിരുന്നു നിങ്ങളുടെ ഗിഫ്റ്റ്. അത് നമ്മുടെ ബോട്ടിന്റെ ഒരു 3500 ആണ് ഇതിന്റെ MRP. 3000 പ്ലസ് അതിന് റേറ്റ് ഉണ്ട്. അങ്ങനെ ആ റേറ്റ് ഉള്ള ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് 5 എണ്ണം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അഡ്രസ്സിലെ ഗിവ് അവേ വിൻ ചെയ്യുന്ന ആൾക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നത്. ശരി, ഇതിന് വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞ ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഈ ചാനൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിനെയോ നിങ്ങളുടെ സ്റ്റഡീസിനെയോ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഏകദേശം 280 പ്ലസ് കമന്റ്സ് ആണ് നമുക്ക് ആ ഒരു വീഡിയോയുടെ താഴെ വന്നത്. ചില കമന്റ്സ് ഒക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ചിലത് ചുമ്മാ നമുക്ക് ഗിവ് അവേ കിട്ടാനായിട്ട് ഇട്ട കമന്റ് ഉണ്ട്. പക്ഷെ ചില കമന്റ്സ് കേട്ടിട്ട് ലിറ്ററലി കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള കമന്റ്സ്, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കേട്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതായത് ആരുടെയെങ്കിലും ലൈഫിനെ നമ്മൾ ചെറുതായിട്ടെങ്കിലും പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് വീണ്ടും അത് ഭയങ്കര ഒരു മൈലേജും ഭയങ്കര ഒരു ഫ്യൂലും ഒക്കെയാണ് തരുന്നത്, വീണ്ടും ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമന്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടെയുള്ള 30,000 പ്ലസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ CMA എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിൽ 30,000 പ്ലസ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞൊരു ചെറിയ നമ്പർ അല്ല, അത് ഒരു ടോപ്പ് മോസ്റ്റ് നമ്പർ ആണെന്ന് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ആകെ കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് എനിക്ക് ഇനിയും മുന്നോട്ടേക്ക് തരും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പരിപാടി സ്കോളർഷിപ്പാണ്. ഓക്കെ, സ്കോളർഷിപ്പ് ഞാൻ പ്രോമിസ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, സ്റ്റഡീസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഫൈനാൻസ് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, CMAക്ക് ജോയിൻ ചെയ്തു മുന്നോട്ടേക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്ക് മോർ ദാൻ 100 പ്ലസ് എൻട്രീസ് ആണ് വന്നത്. അതിലൊരു ഫസ്റ്റ് ലെവൽ ഒരു വാലിഡേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു എക്സാക്ട് നമ്പർ പറയുകയാണെങ്കിൽ ഒരു 64 സ്റ്റുഡൻസിനാണ് എലിജിബിൾ ആയിട്ടുള്ള ഒരു 64 സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഈ 64 പേരുടെ കഥ കേട്ടാൽ നമുക്ക് ഈ 64 പേർക്കും ഈ സ്കോളർഷിപ്പ് കൊടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതിന് ചിലവുകളും കാര്യങ്ങളൊന്നും നമുക്ക് 64 പേരുടെയും ബെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 10 പേരിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ 10 എന്നുള്ളത് 20, 30, 40 പേർക്കൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കഴിയും. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഞാൻ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു ഇന്റർണലി ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ ഫീലിംഗ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവണ്ട. ഞാനും നമ്മുടെ കൂടെയുള്ള ഈ ടീം മുഴുവൻ ആൾക്കാരും പഠിച്ചത് നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ലെവലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുറെ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയൊക്കെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ആസ് എ സീനിയർ, നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടാൽ മതി, നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, നിങ്ങളുടെ ജസ്റ്റ് ഒരു സീനിയർ ആണ്, നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പും മുകളിൽ ഇന്റർ ക്വാളിഫൈ ചെയ്ത ഒരു സീനിയർ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് എനിക്ക് കിട്ടിയ സഹായങ്ങൾ, അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ സഹായിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ മെന്റേഴ്സ്, എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും എന്നെ സഹായിച്ചതുപോലെ ഞാൻ നിങ്ങളെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 10 പേരും നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മൾ പറയുന്നതൊക്കെ ചെയ്തിട്ട് പഠിക്കാനുള്ള സമയം കണ്ടെത്തണം, പഠിക്കുകയും വേണം. ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ 10 പേരും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം എക്സാം പാസ്സാവാനായിട്ട് സമയം കണ്ടെത്തുക, എക്സാം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങൾ ചെയ്യണം. മേക്ക് അസ് മോർ പ്രൗഡ്. ഓക്കെ, അതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ 10 പേരുടെ പേര് മാത്രം ഞാനൊന്ന് പബ്ലിഷ് ചെയ്യാം. അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ കുട്ടികളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒന്നും പുറത്തുവിടാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും ആ സ്കോളർഷിപ്പ് കിട്ടിയ 10 പേരുടെ പേര് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിലും നിങ്ങൾക്ക് ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എൻജിലോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ട് ഇടുള്ളൂ. ഈ 10 പേർക്ക് ഞാൻ പേഴ്സണലി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ആക്ടിവേറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ആ 10 പേരുടെ പേര് മാത്രം ഒന്ന് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഈ 10 പേരെ സെലക്ട് ചെയ്ത് റാൻഡമായിട്ട് ഈ 64 പേരിൽ നിന്ന് റാൻഡമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത 10 പേരാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക്
പ്രാവശ്യം ഭാഗ്യം തുണച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ പരിശ്രമിക്കാം, പഠിക്കാം, പാസ്സാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്കോളർഷിപ്പ് വിൻ ചെയ്ത 10 പേര്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഡിസേർവിംഗ് ആണ്. നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട, ഒരു കോംപ്ലക്സോ ഒരു റിഗ്രറ്റോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കടമ പഠിച്ച് പാസ്സാവുക, എന്നിട്ട് ഇതുപോലെ മറ്റൊരാളെ സഹായിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ചെയ്യാം. അടുത്തത് നമ്മുടെ ഫീസിന്റെ റീഫണ്ടാണ്. നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് 5 പേർക്ക് നിങ്ങൾ പേ ചെയ്ത ഫീസ് എത്രയാണോ ആ ഫുൾ എമൗണ്ടും നമ്മൾ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. ശരി, സിമ്പിൾ ആണ് പരിപാടി. ഞാൻ നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ റാൻഡം ആയിട്ട് സ്റ്റുഡൻസിന്റെ പേര് നമുക്ക് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നെയിം പിക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇവിടെ ടോട്ടൽ എൻട്രീസ് 251 പേരുണ്ട്. 251 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് പർച്ചേസ് സ്റ്റുഡൻസ് എല്ലാ ആൾക്കാരുടെയും പേര് ഇതിലുണ്ട് കേട്ടോ. ഇതിൽ പേര് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ഇതിനകത്ത്, പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു വീൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതിൽ റാൻഡം ആയിട്ട് ഒരു പേര് അവർ എടുത്തു തരും. അങ്ങനെ 5 സ്റ്റുഡൻസിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ആ 5 സ്റ്റുഡൻസിനെ നമുക്ക് റീഫണ്ട്, അതായത് എത്രയാണോ പേ ചെയ്തത് ആ ഫുൾ റീഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ശരി, അപ്പൊ നമുക്ക് ഒരാളെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ശരി, ഫസ്റ്റ് വിന്നർ ആരാണ് നോക്കാം. ജിതിനാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. കൺഗ്രാറ്റുലേഷൻസ് ജിതിൻ. ജിതിൻ എന്തായാലും പേ ചെയ്ത ഫീസ് എത്രയാണോ അത് ബോത്ത് ഗ്രൂപ്പിന് 11,000 റുപ്പീസ് ആണെങ്കിൽ 11,000 റുപ്പീസ് നമ്മൾ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി ബാക്കി 4 പേരും കൂടി കണ്ടുപിടിക്കണ്ടേ. ഇത് ഫുൾ വീൽ കറങ്ങുന്നത് നിങ്ങൾ കാണണ്ട. ഞാൻ ഒരുമിച്ച് ബാക്കി 4 പേരുടെയും കൂടി എന്താ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഒരുമിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ്. നിങ്ങൾ പേ ചെയ്ത ഫീസ് എത്ര രൂപയായാലും, നിങ്ങൾ ബൂത്ത് ഗ്രൂപ്പാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൂത്ത് ഗ്രൂപ്പിന്റെ 11,000 റുപ്പീസും നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ പബ്ലിഷ് ആകുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇവരുടെ എല്ലാവരുടെയും റീഫണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു എന്ന് ഞാൻ എൻഷുർ ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാം. ശരി, ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വിഷു കൈനീട്ടമാണ്. ഇനി വിഷു കൈനീട്ടമുണ്ട്, അതുപോലെ മൂവി ടിക്കറ്റ് ഉണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു 5 ട്രൂ വയർലെസ് ഇയർഫോൺസ് ഉണ്ട്. ഇതിന്റെ 3ന്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ, ആ വീഡിയോയുടെ കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സിൽ നിന്ന് റാൻഡം ആയിട്ടാണ് നമുക്ക് ഈ വിഷു കൈനീട്ടത്തിന് വേണ്ടി ഒരു 5 പേര്, അതുപോലെ മൂവി ടിക്കറ്റിന് ഒരാള്, അതുപോലെ നമ്മുടെ എന്താ ഇയർഫോൺസിന് വേണ്ടിയിട്ട് 5 പേര്, മൊത്തം നമുക്ക് ഒരു 11 പേര് വേണം. അവരെ സെലക്ട് ചെയ്യണം. സിമ്പിളാണ്, നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി നമ്മുടെ ചാനൽ എടുത്തു, ആ ഗിവ് അവേയുടെ ആ ഒരു വീഡിയോ ഒന്ന് എടുത്തിട്ട് അതിന്റെ ലിങ്ക് ഞാനൊന്ന് കോപ്പി ചെയ്യാണ്. ലിങ്ക് കോപ്പി ചെയ്തിട്ട് റാൻഡം കമന്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശരി, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെ നമുക്ക് മാറ്റി നിർത്താം. കമന്റ് പിക്കർ, ഓക്കെ, ശരി. അവരൊരു പസിൽ തന്നിട്ടുണ്ട് 3+1 4. ശരി, അത് കഴിഞ്ഞ് നമുക്ക് ഗെറ്റ് കമന്റ്സ്. അപ്പൊ നമ്മുടെ കമന്റ്സ് ഓരോന്നായിട്ട്, യൂണീക് കമന്റ്സ് ഓരോന്നായിട്ട് ഇവിടെ ലോഡ് ആവും. എത്ര പേരാണുള്ളത്? ടോട്ടലി 239 യൂണീക് കമന്റ്സ് ആണുള്ളത്. 239 യൂണീക് കമന്റ്സ് ആണുള്ളത്. ഇതിൽ നിന്ന് ഓരോരുത്തരായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ്സ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്യാം. ശരി, ആദ്യം തന്നെ ഫോർ ദി ഗിവ് അവേ വിന്നേഴ്സ് ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാനിപ്പോ സ്ക്രീനിൽ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേ സെയിം ഇമെയിൽ ഐ ഡി ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഗിവ് അവേ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിങ്ങളുടെ പേരും കമന്റും കാണിക്കും. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ആ ചാനലിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഇട്ടില്ലേ, ആ കമന്റിന്റെ ഒരു സ്ക്രീൻഷോട്ട്. അപ്പൊ ടോട്ടൽ 2 സ്ക്രീൻഷോട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ കമന്റ് ഇട്ട അതേ സെയിം ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഞാനിപ്പോ കാണിച്ചെന്ന ഇമെയിൽ ഐ ഡിയിലെ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ അയക്കുക. മെയിൽ അതിന്റെ സബ്ജക്ട് വെക്കേണ്ടത് ഗിവ് അവേ വിന്നർ എന്നാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ട് ഗിവ് അവേ വിന്നർ മാത്രം വെച്ചാൽ മതി. സബ്ജക്റ്റ് ആയിട്ട് ഗിവ് അവേ വിന്നർ എന്ന് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ഫുൾ നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പ്രോപ്പർ അഡ്രസ്സ്, പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 സ്ക്രീൻഷോട്ട്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കമന്റ് ഇട്ട അതേ മെയിൽ ഐ ഡിയിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ അന്ന ആളാണെന്ന്. അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാർ ഫേക്ക് മെയിൽ ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഗിവ് വിന്നർ എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യും. അപ്പൊ അതൊന്നും നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ ഈ കമന്റ് ഇട്ട അതേ സെയിം ഇമെയിൽ ഐ ഡിയിൽ നിന്ന് എനിക്കൊന്ന് മെയിൽ അയക്കുക. 2 സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്രൊസീഡിങ്സ് അപ്പോൾ ചെയ്യാം. ശരി, അപ്പൊ ഇനി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. നമുക്ക് ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഓരോ കമന്റ് ആയിട്ട് ലോഡ് ആവുന്ന കാണാം. ചിലപ്പോൾ നിങ്ങളുടെ കമന്റും ഇവിടെ വരാം. നമ്മൾ നമ്മുടെ ഫസ്റ്റ് വിന്നറെ കിട്ടി, ദേവിക ദിവാകരൻ 2607 എന്നാണ്. ശരി, നമുക്ക് ആ കമന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് ദേവിക. അപ്പോൾ നമ്മളിപ്പോ സെലക്ട് ചെയ്യുന്നത് എന്താ, നമ്മുടെ ഓണ കൈനീട്ടല്ലേ.
ഫസ്റ്റ് ഓണ കൈനീട്ടം ദേവിക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ഒന്നും കൂടി പറയാം, താഴെ കാണിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഗൂഗിൾ പേ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ, ആ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങളുടെ പ്രോപ്പർ അഡ്രസ്സ്, ഞാൻ ആ പറഞ്ഞ 2 സ്ക്രീൻഷോട്ടും കൂടി ചേർത്തിട്ട് ആ ഒരു മെയിലിന്റെ സബ്ജക്ട് ഞാൻ പറഞ്ഞു ഗിവ് അവേ വിന്നർ എന്നാണ് മെയിലിന്റെ സബ്ജക്ട്. ഞാൻ ആ കാണിച്ചിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് ഒന്ന് മെയിൽ അയച്ചാൽ മതി. നിങ്ങളുടെ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഓണ കഴിഞ്ഞിട്ടാണ്, ഞാൻ ഉറപ്പായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ദേവികയ്ക്ക് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ദേവികയുടെ കൈനീട്ടം മെയിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ബാക്കി വിന്നേഴ്സിനെ കൂടി ഒന്ന് കാണാം. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓരോരോ വിന്നേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, അവരുടെ കമന്റ്സ് എന്താ പറയുന്നതെന്ന് വായിക്കാം. ഇനി ഞാൻ പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. യെസ്, നമ്മുടെ അടുത്ത വിന്നറെ കിട്ടിയിട്ടുണ്ട്. നർമ്മദ 781 എന്നാണ് ഈ ഒരു ഐഡിയുടെ പേര്. നമുക്ക് കമന്റ് എന്താ നോക്കുക, കമന്റ് എന്താ പറയുന്നത് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് നർമ്മദ. നമുക്ക് നമ്മുടെ അടുത്ത വിന്നർ ആരാ നോക്കാം. യെസ്, സന ഫാത്തിമ 926 ആണ് നമ്മുടെ അടുത്ത വിന്നർ. ശരി, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ ആൾക്കാരുടെ അക്കൗണ്ടും ഇമെയിൽ ഐ ഡിയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ എനിക്ക് മെയിൽ അയക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വിന്നർ സന ഫാത്തിമ 926 ആണ്. കൺഗ്രാറ്റുലേഷൻ. നമുക്ക് കമന്റ് എന്താ പറയുന്നത് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് സന. നമുക്ക് അടുത്ത വിന്നറെ കണ്ടുപിടിക്കാം. നമ്മുടെ നാലാമത്തെ വിന്നറെ കണ്ടുപിടിക്കാം. യെസ്, നമ്മുടെ അടുത്ത വിന്നർ സങ്കീർത്തന 3413 ആണ്. കമന്റ് എന്താ എന്ന് നോക്കാം. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇനിയും എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നത്. ഇതുപോലുള്ള മോട്ടിവേഷണൽ വേർഡ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ശരി, അപ്പോൾ നമ്മുടെ ഓണക്കൈനീട്ടത്തിന്റെ ലാസ്റ്റ് വിന്നറെ അല്ല, ഇപ്പൊ 4 പേരായി. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ വിന്നറെ ഒന്ന് സെലക്ട് ചെയ്യാം. എനിക്കൊന്ന് ഇതുവരെയുള്ള എല്ലാം പെൺകുട്ടികളായിരുന്നു, ആൺകുട്ടികൾ ആരും വന്നില്ല. റാൻഡംലി വരുന്ന കമന്റ്സ് ആണ്. നമുക്ക് നോക്കാം അടുത്തൊരു ആൺകുട്ടി വരുമോ, നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ലാസ്റ്റ് വിന്നറെ, നമ്മുടെ ഓണക്കൈനീട്ടത്തിന്റെ ലാസ്റ്റ് വിന്നറെ കിട്ടി. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. JJJDJSJJE384 അറിയില്ല ആരാണെന്ന്. നമുക്ക് എന്തായാലും കമന്റ് എന്താ പറയുന്നത് വായിച്ചു നോക്കാം. അത് നമ്മുടെ ആദ്യത്തെ ഗിവ് അവേ കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ ഓണക്കൈനീട്ടം 500 റുപ്പീസ് കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഭാഗ്യവാനെ സെലക്ട് ചെയ്യാം. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഫാമിലി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു 5 പേരടക്കുന്ന ഫാമിലിക്ക് ഞാൻ നിങ്ങളുടെ ഏറ്റവും വീടിനടുത്തുള്ള സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മൂവി കാണാൻ, ഫാമിലി ആയിട്ട് മൂവി കാണാൻ പോണ ആ ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആരാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്നും കൂടി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി, ആളെ നമുക്ക് സെലക്ട് ചെയ്യാം. ശരി, നമുക്ക് നോക്കാം. യെസ്, ആളെ കിട്ടി. അൽഫിദ 01086 ആണ് നമ്മുടെ ആ ഒരു മൂവി ടിക്കറ്റ് വിൻ ചെയ്തിരിക്കുന്ന ആള്. അപ്പം നിങ്ങളുടെ പ്രൊസീജിയറും സെയിം തന്നെയാണ്. ഞാൻ ആ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് സെയിം സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മെയിൽ അയച്ചാൽ മതി. മൂവി ടിക്കറ്റ് ഞാൻ അടുത്തുള്ള തിയേറ്ററിലേക്ക് തന്നെ ബുക്ക് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ശരി, ഇനി നമുക്ക് ഒരു ടീംസിനെ കൂടി അല്ലെങ്കിൽ ഒരു കാറ്റഗറി കൂടി ഒന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ആരാ? നമ്മുടെ TWS, അതായത് ട്രൂ വയർലെസ് ഇയർഫോൺസ്, ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് ഉണ്ട്, ഇയർഫോൺസ് ഉണ്ട്. അതിന് നമുക്ക് 5 വിന്നേഴ്സിനെ വേണം. സെയിം പ്രൊസീജിയർ സെയിം. നമുക്ക് റാൻഡം ആയിട്ട് ഒരു 5 പേരെ സെലക്ട് ചെയ്യാം. അവരുടെ കമന്റ് എന്താ പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾ എല്ലാവരും എനിക്ക് മെയിൽ അയച്ചാൽ മതി. മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ TWS അതായത് ട്രൂ വയർലെസ് ഇയർഫോൺസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കണ്ടുപിടിച്ച് നോക്കാം. ഇനി ആരൊക്കെയാണ് നമുക്ക് വരാൻ പോണ വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇയർഫോൺ വിൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആൾ ഇതാണ്. വിക്കു വ്ളോഗ്സ് 5768. വിക്കു വ്ളോഗ്സ് 5768 ആണ്. നമുക്ക് കമന്റ് എന്താന്ന് ഒന്ന് വായിച്ചു നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് വിക്കു വ്ളോഗ്സ് 5768 അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ മെയിൽ അയച്ചാൽ മതി, സാധനം വീട്ടിലെത്തുന്നതായിരിക്കും. അടുത്ത ഭാഗ്യവാനോ ഭാഗ്യവതി, TWS വിൻ ചെയ്യാൻ പോണ 2ാമത്തെ ഭാഗ്യവാനോ ഭാഗ്യവതി ആരോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, നമ്മുടെ അടുത്ത വിന്നറെ കിട്ടിയിട്ടുണ്ട്. റോഷൻ രാജൻ 7474. ഓക്കെ, കൺഗ്രാറ്റ്സ്. നമുക്ക് എന്താണ് കമന്റ് നോക്കാം.
കൺഗ്രാറ്റുലേഷൻസ് റോഷനും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എനിക്ക് മെയിൽ അയച്ചാൽ മതി. TDWS ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ തേർഡ് വിന്നർ ആരാ നോക്കാം. മൂന്നാമത്തെ വിന്നർ യെസ് ശ്വേത MS എന്നാന്ന് തോന്നുന്നു. ശ്വേത MS എന്നാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ID ഇങ്ങനെയാണ്, ശ്വേത MS 6337 എന്നാണ്. നമുക്ക് കമന്റ് എന്താന്ന് ഒന്ന് വായിച്ചു നോക്കാം. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് നമ്മുടെ TDWSന്റെ ലാസ്റ്റ് വിന്നർ അല്ലേ, എനിക്ക് തോന്നുന്നു. അതെ, ലാസ്റ്റ് 5ാമത്തെ വിന്നറാണ്. നമുക്ക് ലാസ്റ്റ് വിന്നർ ആരാന്ന് ഒന്ന് നോക്കാം. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ആണ്. 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് നമ്മളെ 4ാമത്തെ ലക്കി ആയിട്ടുള്ള ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആരാന്ന് നോക്കാം. അതെ, മിത്തു 3479 ആണ്. ഇത് ID നെയിമാണ്, ഫുൾ നെയിം അല്ലല്ലോ. നമുക്ക് കമന്റ് എന്താ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് മിത്ര. നമുക്കിനി ഒരാളും കൂടി അല്ലേ, നമ്മുടെ ഇയർഫോൺസ് ഉള്ള ഒരാളും കൂടി ഉള്ളൂ. ഇയർഫോൺസിന് വേണ്ടിയിട്ട് ആ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ഭാഗ്യവാൻ, മോസ്റ്റ് ലക്കി മാൻ ആരാന്ന് നമുക്ക്, മാൻ അല്ലെങ്കിൽ വുമൻ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആരാന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ ലാസ്റ്റ് കമന്റ് ഷാഹിദ് P എന്നാന്ന് തോന്നുന്നു. ഷാഹിദ് PQ1X എന്നാണ്. ശരി, നമുക്ക് എന്താണ് ആ കമന്റ് എന്നൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ ടു ഓൾ അവർ വിന്നേഴ്സ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നത് അത്ര ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന 10 സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ സ്കോളർഷിപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് 5 പേർക്ക് റീഫണ്ട് പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ഓണക്കൈനീട്ടം, നമ്മുടെ TWS മൂവി ടിക്കറ്റ്, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സന്തോഷം, ചെറിയൊരു ഓണം ഗിഫ്റ്റ് ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ തന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. ഈ വരുന്ന വർഷം അടിപൊളിയായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എക്സാംസ് നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കാൻ വേണം, നന്നായിട്ട് പാസ്സാവാൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റ് പല വീഡിയോകളും ഇനി ചെയ്യാനുണ്ട്. മറ്റ് പല ബെനിഫിറ്റ്സും ഗിഫ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.